യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ സിമ്പിൾ മീൻകറി കാണിക്കാനാണ്. മീൻകറി എന്ന് പറയുമ്പോ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു സിമ്പിൾ മീൻകറിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മീൻകറി. അപ്പൊ ഈ മീനാണ് ഇതിന് ഉപയോഗിക്കുന്നത്, കണ്ടോ. അപ്പൊ ഈ മീനിന്റെ പേര് എനിക്കറിയത്തില്ല, കമന്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ആണ് മീൻ. പുറത്ത് ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, കേക്കാവോ? സിമ്പിൾ മീൻകറിക്ക് വേണ്ടത് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, പിന്നെന്തുവാ, ഉലുവ, മുളക്, മല്ലി, മഞ്ഞള്, പിന്നെ കൊടംപുളി. ഓക്കെ. അപ്പൊ കൊടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് പിഴുപുളി ഉപയോഗിക്കാം. കേരളത്തിന്റെ കുറെ ഭാഗത്തുള്ളവര് കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. എനിക്ക് പിഴുപുളി ഇഷ്ടമാണ്, രണ്ടും ഞാൻ ഉപയോഗിക്കും. കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആ തേങ്ങ ഒന്ന് അരച്ചോണ്ട് വരാം. തിരുമ്മിയല്ല ഉപയോഗിക്കുന്നത്, ഞാൻ കുത്തിയെടുക്കുകയാണ്. എനിക്ക് തിരുമാൻ വയ്യ. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ഉലുവ. കണ്ടോ ഉലുവ, കാണാമോ? അപ്പൊ ഇത്രയാണ് വേണ്ടത്. അപ്പൊ ഞാൻ തേങ്ങ അരച്ചോണ്ട് വരട്ടെ. അപ്പൊ തേങ്ങ അരയ്ക്കുമ്പോഴത്തേന് തേങ്ങയും ഇഞ്ചിയും കൂടെ ഒരുമിച്ചിട്ടാണ് അരയ്ക്കുന്നത്. തേങ്ങ, ഇഞ്ചി ഇത് ഒരുമിച്ചിട്ട് നല്ലതുപോലെ മഷി പോലെ അരയ്ക്കണം, നല്ല അതിന് ടേസ്റ്റ് വരും. തേങ്ങ അരച്ച മീൻ കറിയാണ്. ഓക്കെ, അരച്ചോണ്ട് വരാം. അപ്പൊ തേങ്ങ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കാണിക്കാം. കണ്ടോ, നല്ല മഷി പോട്ട് അരയ്ക്കണം. ഓക്കെ, എന്നാലേ ഇതിന് മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതിന് ആവശ്യമെങ്കിൽ മാങ്ങ ഇടാം. ഞാൻ മാങ്ങ ഇടും. ഇച്ചിരി വെന്ത് കഴിയുമ്പോഴത്തേന് മാങ്ങ അരിഞ്ഞ് ഇടും. അപ്പൊ ആ മാങ്ങ അതുപോലെ തന്നെ എടുക്കും. നേരത്തെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പൊ ഞാൻ ശകലം മാങ്ങ ഇടും. പിന്നെ കറിവേപ്പില, ഞാൻ കറിവേപ്പില ഇടുന്നെന്ന് പറയാൻ എനിക്കിവിടെ കറിവേപ്പില ഇല്ല. അതുകൊണ്ട് ഞാൻ കുറേ കറിവേപ്പില ഒരുമിച്ച് കുറേ ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടും. അപ്പം അത് ഒരുമിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഡ്രൈ ആക്കി വെക്കും. അപ്പോൾ അത് ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. അതെങ്ങനെയാണെന്ന് കാണിക്കാവേ. അപ്പോൾ ഈ ഡപ്പായിലാണ് ഞാൻ കറിവേപ്പില വെച്ചിരിക്കുന്നത്. കണ്ടോ, ഡ്രൈ ആയിട്ട്. അല്ലാതെ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അത് ഇത്രയും പുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് മീനല്ലേ ഉള്ളൂ, ഇത്ര മീനേ ഉള്ളൂ. അപ്പം ഒത്തിരി പുളി ഇട്ടാൽ അത് ഒത്തിരി പുളിക്കും. അപ്പം ഇത് ഇത്രയും പുളി ഇട്ടിട്ട് കുറച്ച് മാങ്ങയും കൂടി ഇടും. അനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പുളി ഉപയോഗിക്കേണ്ടത്. എനിക്കാണ് ഒത്തിരി പുളി ഇഷ്ടമല്ല, പക്ഷെ മാങ്ങ ഇഷ്ടമാണ്. മാങ്ങ ഇട്ട മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര പുളി. ഇത് കൊടംപുളിയാണ്. ഞങ്ങൾ മീൻപുളി എന്നും പറയും, കൊടംപുളി എന്നും പറയും. സാധാരണ ഞങ്ങൾ മീൻപുളി എന്നാണ് പറയുന്നത്, കൊടംപുളി എന്ന് പറയാറില്ല. പക്ഷെ ഇതിൻ്റെ പേര് കൊടംപുളി എന്നാണ്. ഇതിൻ്റെ മരമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങോട്ട് വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും പുളിയാണ്. ഈ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം. ഇത് സിമ്പിൾ മീൻകറിയാണ്, ലോച്ചി മമ്മീസ് മീൻകറിയാണ്. എനിക്കറിയില്ല എല്ലാവരും എങ്ങനെയൊക്കെയാണ് വെക്കുന്നത്, ഞാനിങ്ങനെയൊക്കെ തന്നെ വെക്കുന്നത് കേട്ടോ. അപ്പം മീൻകറി ഉണ്ടാക്കുന്നത് കാണിക്കാം. ഓക്കെ. മാങ്ങ എടുത്തിട്ടുണ്ട്, ഇത്രയും മാങ്ങ. അപ്പം ഈ മാങ്ങ നീളത്തിലാണ് അരിയുന്നത്. നോക്കണം, കണ്ടോ, ഇങ്ങനെ കണ്ടോ. കുറച്ച് വെന്തെല്ലാം കഴിഞ്ഞിട്ട് മാങ്ങ ഇട്ടാൽ മതിയേ, അല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. എനിക്ക് ആ മാങ്ങ ഇങ്ങനെ കിടക്കുന്ന കാണണം, അതിനിഷ്ടം. പിന്നെ മാങ്ങയൊക്കെ അവരവരുടെ പുളി അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഇടും. അപ്പം ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. ഓയിലൊന്ന് ചൂടാവട്ടെ. ചൂടായി. അപ്പം അതിനകത്തോട്ട് കുറച്ച് ഉലുവ. ഞാനാണ് മുഴുവൻ ഉലുവയാണ് ചേർക്കുന്നത്, പൊടിച്ചതല്ല, പൊടിക്കാത്ത ഉലുവ. ഉലുവ ഇട്ടു, അതൊന്ന് മൂക്കട്ടെ. സാധാരണ എല്ലാവരും മീൻകറിക്ക് വെളുത്തുള്ളി ഇടും, പക്ഷെ ഞാൻ വെളുത്തുള്ളി ഇടത്തില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാം, ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ഇളക്കുമ്പോഴത്തേന് ദേഹത്തൊന്നും എണ്ണ തെറിച്ച് വീടല്ലേ. അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, കാരണം അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എണ്ണ വീഴാതെയൊക്കെ നോക്കാൻ അറിയാം. പക്ഷെ ഇപ്പോഴൊക്കെ കുഞ്ഞു പിള്ളേർക്കൊന്നും അതത്ര പരിചയമില്ല. അപ്പം അവർ എണ്ണ ദേഹത്ത് വിടാതെ സൂക്ഷിച്ചോണം. മൂത്തിട്ടുണ്ട്. അതിനകത്ത് പച്ചമുളക്, കീറിയ പച്ചമുളക് ഉണ്ടോ, കീറിയ സാധാ പച്ചമുളകാണ്, മറ്റേ ഉള്ളതൊന്നുമല്ല.
കറിവേപ്പില, പുളി, മഞ്ഞപ്പൊടി, അതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കുറേ മഞ്ഞപ്പൊടി ഒന്നും എടുത്തിടരുത്. മുളക് പൊടി ഞാൻ ഇതിന് 2 സ്പൂണാണ് ഇടുന്നത്. ഇതിൽ 2 സ്പൂൺ മുളക് പൊടി. എരിവും അവരവരുടെ അനുസരിച്ച്. മല്ലിപ്പൊടി അത് 2 ഇല്ല, പക്ഷെ എന്നാലും ഒരു 1.25 പൊടി. ഇതാണ് എൻ്റെ. ആ പച്ചമണം ഒന്ന് മാറിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ എന്നിട്ട് ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കണം. അപ്പൊ ഈ അടപ്പിലൂടെ ഇരിക്കുന്നത് വരും. എന്നിട്ട് ഇത് ഒഴിക്കുക. ഇവിടെയാണ് ഞങ്ങൾ ദോശക്കൊക്കെ ഈ മീനിന്റെ ചാറ് ഉപയോഗിക്കും. അതുപോലെ പുട്ടിനൊക്കെ മീൻ കറി ഉപയോഗിക്കും. അപ്പൊ അതിന് ചാറുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ പോവാ. ഉപ്പിടാൻ പോവാണ്. ഉപ്പ് ഞാൻ റോക്ക് സാൾട്ടാണ് എപ്പോഴും പറയുമ്പോൾ റോക്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നുണ്ടോ. റോക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടണേ. കാരണം ഒത്തിരി ഒന്നും ആയിപ്പോരുത്. ആദ്യമേ കുറേ ഉപ്പെടുത്ത് വാരിയിടരുത്. നമുക്കൊരു അളവിന് ഉപ്പിട്ടിട്ട് പിന്നെ കുറവാണെങ്കിൽ ഇടാമല്ലോ. അപ്പൊ ആദ്യമേ നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. ഓക്കെ, ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. പിന്നെ തിളച്ചിട്ട് വേണം അത് മീൻ ഇടാനായിട്ട്. ഉപ്പ് നോക്കാം. ഏകദേശം ഉപ്പുണ്ട്. ഇനി മീനൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് മീനും കൂടി ഇട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം. അതൊക്കെ അവരവർ ഇഷ്ടമാണ്. എത്ര ഉപ്പ് വേണം, എത്ര മുളക് വേണം എന്നൊക്കെ അവരവർ ഇഷ്ടമാണ്. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. അപ്പം അരപ്പ് തിളച്ചിട്ടുണ്ട്. മീനിടാൻ പോവാണ്. ഹായ്, മീൻ ഇട്ടു. മീൻ കുറച്ചിടാം. കണ്ടോ? ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പാചകമൊക്കെ നമ്മുടെ സൗകര്യം. നമ്മൾ എങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ ഇനി ഉപ്പ് എരി ഒന്നും കൂടായിരുന്നാൽ മതി. അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ പറ്റാതെ വരുന്നത്. ഉപ്പ് എരി ചില കാര്യങ്ങൾ കൂടിപ്പോവും. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാതെ നമുക്കിപ്പോൾ ആദ്യം മഞ്ഞൾ ഇട്ടു, അല്ലെങ്കിൽ മല്ലി ഇട്ടു, മുളക് ഇട്ടു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ അവരവരുടെ സൗകര്യം. ചിലർ പറയത്തില്ല ആദ്യം ഇന്നതിടണം ഇതെന്നൊക്കെ. അതൊക്കെ അവരവരുടെ പാചകത്തിന്റെ സൗകര്യം അനുസരിച്ച്. പിന്നെ മീനാണെങ്കിൽ ഇങ്ങനെ തവിയിട്ടൊന്നും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇളക്കരുത്. ആ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. സാധാരണ ഇങ്ങനെ ചട്ടി എടുത്ത് ചുറ്റിക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് പിന്നെ കാണിക്കാവേ. ഓക്കേ. അപ്പൊ എന്റെ മീൻകറി തിളയ്ക്കുന്നത് കണ്ടോ? എന്ത് രസമാണ് മീൻകറി തിളയ്ക്കുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ഏകദേശം മീൻ വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ മാങ്ങ ഇടുകയാണ്. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടുത്തുവിടൊന്നും വേണ്ട. അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ടാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ സ്റ്റൈലായിട്ട് ഇടുന്നത്. അപ്പോൾ മാങ്ങ ഇട്ടു. തവി കൊണ്ടൊന്ന് ആ മാങ്ങയൊന്ന് താഴ്ത്തി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് ഇളക്കണ്ട, കാരണം ഏകദേശം മീൻ വെന്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പം നമ്മളാണെങ്കിൽ ആദ്യമേ ഈ അടപ്പെടുത്ത് അടച്ചു വെക്കേണ്ട കാര്യമില്ല. അടപ്പെടുത്ത് അടച്ചു വെക്കുമ്പോഴത്തേന് ഇവിടെ ഫുൾ അരപ്പാകും. അപ്പം നമ്മളൊരു നല്ലതായിട്ടൊന്ന് വെന്ത് കുറേ കഴിഞ്ഞിട്ട് ഈ അടപ്പെടുത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ മീൻകറി വെച്ചിട്ട് വെളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു ചെറിയ തവി എടുത്തിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ അടച്ചു വെക്കുക. അപ്പം അത്ര അധികം അരപ്പ് ഈ അടപ്പിനകത്ത് പിടിക്കത്തില്ല. ഇപ്പം ഞാൻ ഇപ്പോഴാണ് ഈ അടപ്പ് അങ്ങോട്ട് വെച്ചത്. അപ്പം നമ്മൾ അധികം പിടിച്ചിട്ടില്ല. കണ്ടോ? ഇതിപ്പം ഇവിടെ ഇതിനകത്തോട്ട് വീണാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് വന്നത്. കണ്ടോ? അധികം പിടിച്ചിട്ടില്ല. കേട്ടോ? ഇവിടെ ഒന്നും അരപ്പില്ല. അപ്പം അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് തവിയിട്ട് ഇളക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മാത്രമേ. ദേഹത്തോട്ടൊന്നും എടുത്തിടല്ലേ. കറക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കറി അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ വേണം, ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നല്ല ചാറല്ലേ? അപ്പം നമ്മുടെ സിമ്പിൾ മീൻ കറി റെഡി. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കോ? സൂപ്പറാണേ.
നല്ല മീൻകറി. അപ്പം ഞാൻ ഇപ്പം ചോറ് കഴിക്കാൻ പോവാണ്. ഇപ്പം 2 മണിയായി. അപ്പം ചോറിനാൻ സമയമായിട്ടുണ്ട്. അടിപൊളി മീൻകറിയുടെ മാങ്ങ ഇട്ടിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല മീൻകറിയാണെങ്കിൽ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ചെയ്യുമല്ലോ. അപ്പം ലോച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.